Good evening, students. Welcome to a lecture series of quantum mechanics. ഇന്നത്തെ ലെക്ചറിൽ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് പുതിയൊരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ സ്റ്റേറ്റ്സ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം നമ്മൾ സാധാരണ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ഓൺലി അബൌട്ട് ദ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ. സ്പിൻ ആംഗുലർ മൊമെൻറ്റത്തെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഒരു ജനറൽ ആംഗുലർ മൊമെൻറ്റം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയുന്നത് വെക്റ്റർ ജെ ആണ്. ഇറ്റ് ഹാസ് ഗോട്ട് 3 കമ്പോണൻസ്, ജെ എക്സ്, ജെ വൈ ആൻഡ് ജെ സെറ്റ്. This is the angular momentum operators, and these are the angular momentum operators. And angular നമ്മൾ already discuss ചെയ്തിട്ടുണ്ട്. Angular momentum is the generator of infinitesimal rotations. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സ്പിൻ ഹാഫ് സിസ്റ്റത്തെ സ്പിൻ ആംഗുലർ മൊമെൻറ്റം ആണ് ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇനിയുള്ള സെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറലൈസ്ഡ് ആയിട്ട് ആംഗുലർ മൊമെൻറ്റം ജെ എന്ന് പറയുന്ന ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ബിഹേവിയർ, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ വാല്യൂസ്, ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ ഉണ്ടാക്കുന്ന ഐഗൺ വാല്യൂസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ കെറ്റ്സ്, ഈ ഐഗൺ കെറ്റുകൾ ഒരു ഫിസിക്കൽ പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആംഗുലർ മൊമെൻറ്റം ഈസ് ദ ജനറേറ്റർ ഓഫ് ഇൻഫിനിറ്റ്സിമൽ റൊട്ടേഷൻ. ക്ലാസിക്കൽ മെക്കാനിക്സ് പ്രകാരം ആംഗുലർ മൊമെൻറ്റം നമ്മൾ ഒരു തരത്തിലുള്ള ആംഗുലർ മൊമെൻറ്റം മാത്രമേ ഉള്ളൂ, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ പി എന്നുള്ളതാണ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിൽ സ്പിൻ ആംഗുലർ മൊമെൻറ്റം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ജനറലി നമ്മൾ വെക്റ്റർ ജെ എന്നുള്ള ഇതിലാണ് ആംഗുലർ മൊമെൻറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. സോ ഇറ്റ് ഹാസ് ഗോട്ട് 3 we can describe 3 operators, one along x axis, other along y axis and other along z axis. ഈ രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഓർമ്മയുണ്ടാവും. ദ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് of angular momentum components. We can represent it as commutation relation Ji/Jj is equal to IH cross epsilon IJK JK, where epsilon IJK is equal to +1 for even permutation and -1 for odd permutation. ഓക്കെ, ഇത് ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ആണ്. നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻസുകൾ കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻസ് നോൺ കമ്മ്യൂട്ടിങ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഒരു പുതിയ ക്വാണ്ടിറ്റി, പുതിയൊരു ഓപ്പറേറ്ററും കൂടിയും ഡിഫൈൻ ചെയ്യാം. നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കോൺസെപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ന്യൂ ഓപ്പറേറ്റർ. ദാറ്റ് ഓപ്പറേറ്റർ ഈസ്, ലെറ്റ് us define a new operator vector j square. എന്ന് പറഞ്ഞാൽ ആക്ച്വലി j ഡോട്ട് ജെ ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, jx² പ്ലസ് jy² പ്ലസ് jz², or you can simply write it as jx into jx plus jy into jy plus jz into jz into jz. Equation number A എന്ന് നമുക്ക് പുതിയൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യും.
ഓക്കെ, നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതുവഴിയെ നമുക്ക് അതിൻ്റെ തിയറി ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പുതിയൊരു ഓപ്പറേറ്റർ ജെ സ്ക്വയർ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഈ കമ്പോണൻറ്റുകളുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, കമ്മ്യൂട്ടേഷൻ റിലേഷൻ ജെ സ്ക്വയർ ജെ കെ ഈസ് ഈക്വൽ ടു 0 ഫോർ കെ. കെ ക്യാൻ ബി 1, 2, 3 അല്ലെങ്കിൽ എക്സ് വൈ സെറ്റ് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ജെ സ്ക്വയർ ജെ എക്സ്, ജെ സ്ക്വയർ ജെ വൈ, ജെ സ്ക്വയർ ജെ വൈ, ജെ സ്ക്വയർ ജെ സെറ്റ് is equal to 0. That means the operator J square is commuting with the components of angular momentum. നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജെ സ്ക്വയർ ജെ സെറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ജെ സ്ക്വയർ ജെ സെറ്റ് എങ്ങനെ എഴുതാം? ജെ എക്സ് പ്ലസ് ജെ വൈ ജെ വൈ പ്ലസ് ജെ സെറ്റ് കോമ ജെ സെറ്റ്, that is equal to jx into jx comma jz plus jy comma jz plus commutation relation jz comma jz. ഇതെങ്ങനെ നമുക്ക് ഇങ്ങനൊരു എ ബി സി കമ്മ്യൂട്ടേഷൻ റിലേഷൻ എഴുതുകയാണെങ്കിൽ എ ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ബി കോമ സി പ്ലസ് എ കോമ സി കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ബി ഇങ്ങനെ എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ എക്സ് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ എക്സ് ജെ സെറ്റ് പ്ലസ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ എക്സ് ജെ സെറ്റ് ഇൻറ്റു ജെ എക്സ്. ഫസ്റ്റ് ടൈം കഴിഞ്ഞു. സെക്കൻഡ് ടൈം ജെ വൈ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ വൈ ജെ സെറ്റ് പ്ലസ് ജെ വൈ ജെ സെറ്റ് ഇൻറ്റു ജെ വൈ പ്ലസ് ജെ സെറ്റ്. ഇത് ജെ സെറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്ന് പറയുന്നത് 0 വരും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് എക്സ്പാൻഡ് ചെയ്താലും ഇത് 0 വരും. ജെ സെറ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ 0 വരും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ജെ എക്സ് ജെ സെറ്റ് എന്താ കിട്ടിയത്? നമുക്കിപ്പോൾ തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ജെ എക്സ് ഇൻറ്റു മൈനസ് ഐ എച്ച് ക്രോസ് ജെ വൈ എന്ന് കൊടുക്കണം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് മൈനസ് ഐ എച്ച് ക്രോസ് ജെ വൈ ജെ എക്സ്. അടുത്തത് ജെ വൈ ഇൻറ്റു ഐ എച്ച് ക്രോസ് ജെ സെറ്റ് ജെ എക്സ് പ്ലസ് ജെ വൈ ജെ സെറ്റ് എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് ജെ എക്സ് ഇൻറ്റു ജെ വൈ. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തോ. ഓക്കെ, ഇത് കിട്ടി. അപ്പോൾ അതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ജെ സ്ക്വയർ
Jz is equal to minus IH cross JX JY minus IH cross JY JX plus IH cross JY JX minus plus IH cross JX JY. അപ്പോൾ ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോയി. നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? IH ക്രോസ് JX JY എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. IH ക്രോസ് ബ്രാക്കറ്റ് മൈനസ് JX JY മൈനസ് JY JX പ്ലസ് JY JX പ്ലസ് JX JY. അപ്പോൾ ഇങ്ങനെ എഴുതാം IH ക്രോസ് JX JY minus JY JX plus JY JX minus JX JY. ഇത് നോക്കാനൊന്നുമില്ല, രണ്ട് സ്റ്റെപ്പ് കൂടുതൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് JX, JY minus commutation bracket JY, JX അല്ല പ്ലസ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് JY, JX. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 0 വരും. ഓക്കെ, സോ J² JZ ഈസ് 0. നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ എഴുതാം. ഞാൻ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. J² JZ is equal to 0. ഇതേ മാനറിൽ J² JX J² JY J² JZ ഇതൊക്കെ നമുക്ക് 0 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്ലിയർ ആയത് എന്താ? J² എന്ന് പറയുന്ന ഓപ്പറേറ്ററും JX എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ JY എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ലെങ്കിൽ JZ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രണ്ട് ഓപ്പറേറ്റേഴ്സിന് കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഒരേ മാത്രമല്ല സൈമിൾട്ടേനിയസ് ആയിട്ട് ആ രണ്ട് ഓപ്പറേറ്റേഴ്സിനെയും ഡയഗണലൈസ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ J² ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ J² JZ കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം J² JZ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ J² JZ സൈമിൾട്ടേനിയസ്ലി ഡയഗണലൈസ് ചെയ്ത് അതിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഐഗൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. കോമൺ സെറ്റ് ഓഫ് ഐഗൺ സ്റ്റേറ്റ്സ് ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ J² JZ ആയിട്ടും JX ആയിട്ടും JY ആയിട്ടും ഒക്കെ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻറ്റുകൾ പരസ്പരം കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കമ്പോണൻറ്റിലെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മൂന്ന് കമ്പോണൻറ്റിലെ JX JY JZ ഇങ്ങനെ പറയുന്ന ഈ മൂന്ന് കമ്പോണൻറ്റുകളിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് മാത്രം എടുക്കുക. സേ K = 3 അല്ലെങ്കിൽ K = Z JZ എടുക്കുക. അതും J² കൂടി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക. ഹിയർ J² നമ്മുടെ റിസൾട്ട് എന്താണ്? കമ്മ്യൂട്ടേഷൻ റിലേഷൻ J² JI is equal to 0. Since J² commutes with JI, both then these operators have common set of eigenfunctions. Clear? And this can be simultaneously diagonalized. Simultaneous ആയിട്ട് diagonalize ചെയ്യാൻ പറ്റും. These can be simultaneously
diagonalized. Okay. പക്ഷേ ജെ ഐയുടെ കമ്പോണന്റ് ജെ ഐ വാല്യൂസ് J1, J2, J3 അല്ലെങ്കിൽ JX, JY, JZ എന്ന് പറയുന്നത് ഡു നോട്ട് കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ബിക്കോസ് JX, JY and JZ do not commute with each other, do not commute with each other we can choose only one of them to be the observable to be diagonalized simultaneously with JZ അല്ലെങ്കിൽ സോറി വിത്ത് J സ്ക്വയർ, JZ അല്ല J സ്ക്വയർ. അപ്പോൾ JX, JY, JZ പരസ്പരം കമ്മ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ JX, JY, JZ ഒരു കമ്പോണന്റ് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അതായിരിക്കും J സ്ക്വയറുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ കൺവീനിയൻസ് by convention we take JZ for this purpose. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾക്കൊരു ക്വാണ്ടം മെക്കാനിക്കലിലെ ഫിസിക്കൽ പ്രോബ്ലം വന്നാൽ J സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററും JZനും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസിൻ്റെ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതിൻ്റെ നൊട്ടേഷൻസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ J സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക, J സ്ക്വയറും JZൻ്റെയും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. J സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എയും JZൻ്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് B ആണെന്ന് വിചാരിക്കുക. ഈ കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസിനെ നമുക്ക് അതുകൊണ്ട് തന്നെ get A, B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എ എന്ന് പറയുന്നത് J സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ, B എന്ന് പറയുന്നത് JZൻ്റെ ഐഗൺ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, J സ്ക്വയർ get A, B is equal to A into get A, B and JZ get A, B is equal to B get A, B. Okay. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6. ഇനി തൊട്ട് മുമ്പ് എഴുതിയ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി J സ്ക്വയറും JZും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ആണ്. കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ get A, B എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എ എന്ന് പറയുന്നതും ബിയും J സ്ക്വയറിൻ്റെയും JZൻ്റെയും ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ J സ്ക്വയർ get A, B is equal to A get A, B, JZ get A, B is equal to B get A, B എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എയും ബിയും ഐഗൺ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഏതൊക്കെ അലൗഡ് വാല്യൂസ് ആണ് എക്കും ബിക്കും ഉള്ളത്, എ എന്ന് പറയുന്ന ഐഗൺ വാല്യൂ, ബി എന്ന് പറയുന്ന ഐഗൺ വാല്യൂസിനും പോസിബിൾ ആയിട്ടുള്ള അലൗഡ് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ആ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പുതിയൊരു ഓപ്പറേറ്ററും കൂടി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. രണ്ട് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് J+ എന്നും J- എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ ഡിഫൈൻഡ് സച്ച് ദാറ്റ് J + or - is equal to
jx plus or minus I jy. Here jx is Hermitian, jy is Hermitian, but j plus or minus is a non-Hermitian operator. Non-Hermitian operator. So let us define two operators j plus or minus such that j plus or minus is equal to jx plus ijy. Okay, clear? നമുക്ക് ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കാം ഇതിന് j പ്ലസ് ഓർ മൈനസ് എന്ന്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഈ ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ സാധാരണ വിളിക്കുന്ന പേര് they are called ladder operators. ladder operators. എന്തുകൊണ്ടാണ് ആ ഒരു പേര് വന്നതെന്നുള്ളത് ഇത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മൾ പറയുന്നുണ്ട്. തൽക്കാലം ഇതിനെ j പ്ലസ് ഓർ മൈനസിനെ ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കുക. ദീസ് ഓപ്പറേറ്റേഴ്സ് ആർ നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അത്തരത്തിലുള്ള നോൺ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഡിഫൈൻ ചെയ്താൽ എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഇത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ നമ്പർ ഓപ്പറേറ്ററും അതുപോലെ തന്നെ എന്താ പറയുക ലോവറിംഗ് ഓപ്പറേറ്ററും റൈസിംഗ് ഓപ്പറേറ്ററും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ അല്ലെങ്കിൽ ക്രിയേഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ അനിഹിലേഷൻ ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ ലാഡർ ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ജെ പ്ലസ് ഓർ മൈനസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ കൺസിഡർ ചെയ്ത രണ്ട് ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്? ജെ സ്ക്വയറും ജെ സെഡും. അപ്പോൾ പിന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. അപ്പോൾ ഈ ജെ പ്ലസ് ഓർ മൈനസും ജെ സ്ക്വയറും ജെ പ്ലസ് ഓർ മൈനസും ജെ സെഡും ജെ പ്ലസ് ഓർ മൈനസ് പരസ്പരവും എങ്ങനെയാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സം കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് for j plus or minus. The first one is they satisfy the commutation relation. The ladder operators satisfy the commutation relations j plus comma j minus commutation bracket is equal to 2h cross jz എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കും. നമുക്കിതെങ്ങനെ പ്രൂവ് ചെയ്യാം? വളരെ സിമ്പിളാണ് അതിൻ്റെ പ്രൂഫ്. സ്ട്രൈറ്റ് ഫോർവേഡ് പ്രൂഫ് തന്നെയാണ്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. കമ്മ്യൂട്ടേഷൻ റിലേഷൻ ജെ പ്ലസ് കോമ ജെ മൈനസ് is equal to jx plus ijy comma jx minus ijy. Okay, so commutation bracket jx minus I into jx jy plus I into jy jx I square വന്നു, -1 വന്നു, -1ഉം മൈനസും കൂടി +1 ആയി, പ്ലസ് jy, jy. jy എന്ത് വരും? 0 വരും. jx, jxും 0 വരും. അപ്പോൾ അതെന്തായി? I into jx jy എന്ന് പറയുമ്പോൾ IH ക്രോസ് jz എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പ്ലസ് I into jy jx എന്ന് പറയുമ്പോൾ -IH ക്രോസ്, ഇതിലൂടെ ഒരു I ഉണ്ട്, പ്ലസ് I into -IH ക്രോസ് jz എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1ഉം പ്ലസ് ആയി. ദിസ് ഈസ് ഈക്വൽ ടു പ്ലസ് H ക്രോസ് jz പ്ലസ് H ക്രോസ് jz എന്ന് വരും. സോ ദ റിസൾട്ട് വിൽ ബി 2H cross jz. So j plus or minus j plus comma j minus commutation bracket is equal to 2H cross jz. Okay, the proof. ഇനി അപ്പോൾ അത് ആവശ്യം വരും. നമുക്ക് ഈ ഒരു പ്രൂഫ് ജെ പ്ലസും ജെ മൈനസും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ജെ സ്ക്വയർ
ജെ സ്ക്വയറുമായിട്ട് ഇതെങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുന്നു? ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ്. നമുക്കിത് പ്രൂവ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ജെ സ്ക്വയർ കോമ ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ ജെ വൈ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സ്ക്വയർ ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സ്ക്വയർ ജെ വൈ. നമ്മൾ തൊട്ട് മുമ്പ് തന്നെ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെ സ്ക്വയർ ജെ എക്സും ജെ സ്ക്വയർ ജെ വൈയും കമ്മ്യൂട്ടേഷൻ റിലേഷൻ 0 എന്ന് വരും. ഇപ്പോൾ 0 + 0, സോ ദ റിസൾട്ട് ഈസ് 0. സോ ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് is 0. That means j plus or minus is commute with the operator is j plus or minus commute with j square. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താ? ജെ സ്ക്വയറിൻ്റെ ഐഗൺ ഫംഗ്ഷൻസ് തന്നെ, കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് തന്നെയായിരിക്കും ജെ പ്ലസിൻ്റെയും എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓൾസോ ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് commutation bracket is equal to j set comma jx plus or minus ijy. Okay, so you can write it as commutation bracket jz jx plus or minus I jz jy. Jz jx is I h cross jy plus or minus I into minus I h cross jx. അപ്പോൾ അതിൽ നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് പുറത്തേക്ക് എടുക്കാം. ഇതെന്തായി? പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ഐ ഇൻറ്റു ഐ -1 -1 -1 പ്ലസ് ആയി ജെ എക്സ് പ്ലസ് ഓർ മൈനസ് ജെ വൈ എന്ന് വരും. ഓക്കെ, സോ പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ് എന്ന് റിസൾട്ട് വന്നു. അപ്പോൾ ജെ സെഡും ജെ പ്ലസ് ഓർ മൈനസും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ്. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ ജെ പ്ലസ് ഓർ മൈനസിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് മീൻ ബൈ ജെ പ്ലസ് ഓർ മൈനസ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഈ ജെ പ്ലസ് ഓർ മൈനസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടിയും ചെയ്യാം. ഇതെങ്ങനെ ഈ ഒരു ഐഗൺ കെറ്റ് നമ്മൾ ജെ, ഇപ്പോൾ കെറ്റ് എ കോമ ബി എന്ന് പറഞ്ഞാൽ ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ആണെന്ന് അറിയാം. അതിൻ്റെ പുറത്ത് ജെ പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റ് ചെയ്താൽ പുതിയൊരു ഐഗൺ സ്റ്റേറ്റ് കിട്ടും. ദിസ് ഈസ് വൺ ഓഫ് ദ ഐഗൺ സ്റ്റേറ്റ്. ഓക്കെ, ഈ ഐഗൺ സ്റ്റേറ്റ് ജെ സെഡിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്താൽ എങ്ങനെ വരും നോക്കുക. ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ കോമ ബി എന്ത് വരും? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ കോമ ബി പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ് കെറ്റ് എ കോമ ബി മൈനസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ് കെറ്റ് എ കോമ ബി. അതായത് ഞാനിവിടെ ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ് എന്ന് പറയുന്നൊരു ടേം എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പോൾ അത് കുറയ്ക്കുകയും ചെയ്തു. വ്യത്യാസമൊന്നുമില്ല, റിസൾട്ടിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ട് ടേം ഒരു ടേം ആഡ് ചെയ്തു, അതേ ടേം തന്നെ സബ്ട്രാക്ട് ചെയ്തു. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? ഇഫ് യു റീഅറേഞ്ച് ദിസ് ജെ സെറ്റ്
j plus or minus ket a comma b is equal to ഇത് കമ്പൈൻ ചെയ്യാം. ജെ സെഡ് ജെ പ്ലസ് മൈനസ് ജെ പ്ലസ് ജെ സെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ജെ സെഡ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സെഡ് കോമ ജെ പ്ലസ് ഓർ മൈനസ് പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ് കെറ്റ് എ കോമ ബി. ഇക്വേഷൻ നമ്പർ 11 എന്നുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ജെ സെഡ് ജെ പ്ലസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ് ആണ്. ഓക്കെ, പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ് കെറ്റ് എ ബി എന്ന് വരും. ജെ സെഡ് കെറ്റ് എ ബി എന്ന് പറഞ്ഞാൽ ജെ സെഡിന്റെ ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. ബി കെറ്റ് എ ബി എന്ന് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ബി കെറ്റ് എ കോമ ബി എന്ന് എഴുതാം. ഓക്കെ, സോ ദ റിസൾട്ട് വിൽ ബി b plus or minus h cross j plus or minus a comma b. അപ്പോൾ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് എ കോമ ബി ഈസ് ഈക്വൽ ടു, ഇത് വീണ്ടും ഒരു ഐഗൺ വാല്യൂ ഇക്വേഷനായി. ജെ പ്ലസ് ഓർ മൈനസ് എ കോമ ബി എന്ന് പറയുന്ന ഐഗൺ സ്റ്റേറ്റിൽ ജെ സെഡ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതേ ഐഗൺ സ്റ്റേറ്റ് തന്നെ കിട്ടുന്നു വിത്ത് ഐഗൺ വാല്യൂ ബി പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ജെ സെഡിന്റെ ഐഗൺ കെറ്റ് തന്നെയാണ് ജെ പ്ലസ് ഓർ മൈനസ് എ കോമ ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് വി അപ്ലൈ j plus or minus to the eigenket of j set, the eigenvalue of j set is increased or decreased. Increased, j plus ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ j plus ന്റെ എഴുതാം, is increased by 1 unit of h cross. അപ്പോൾ ജെ പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജെ പ്ലസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജെ സെഡിന്റെ ഐഗൺ വാല്യൂ 1 ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഇനി ജെ മൈനസ് ഓപ്പറേറ്റ് ചെയ്താലോ, ജെ മൈനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ബിയിൽ നിന്ന് അത് എന്തായി, ബി മൈനസ് എച്ച് ക്രോസ് ആയി. അപ്പോൾ ഒരു എച്ച് ക്രോസ് വാല്യൂ കുറഞ്ഞു. അപ്പോൾ ഈ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് നമുക്ക് ഐഗൺ വാല്യൂ ഒരു 1 യൂണിറ്റ്, ജെ സെഡിന്റെ ഐഗൺ വാല്യൂ 1 യൂണിറ്റ് എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ ആയ രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ആ ലാഡർ വളരെ സിമ്പിളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതാണ് ഒരു ലാഡർ, ഒരു ഐഗൺ സ്റ്റേറ്റ്സ്, നമ്മൾ ജെ സെഡിന്റെ ഐഗൺ സ്റ്റേറ്റ്സുകളാണ് റെപ്രസെന്റ് ചെയ്തതെന്ന് വിചാരിക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വാല്യൂസ് ആണ് ഇതിപ്പോൾ ബി എന്ന് പറയുന്ന ഒരു ഐഗൺ വാല്യൂ ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ജെ സെഡ് ഐഗൺ വാല്യൂസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇതിൻ്റെ വാല്യൂ ബി ആയിരുന്നു. അതിൻ്റെ പുറത്ത് ജെ പ്ലസ് ഓപ്പറേറ്റ് ചെയ്തു. ജെ പ്ലസ് ഓപ്പറേറ്റ് ചെയ്തപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ബി പ്ലസ് എച്ച് ക്രോസ് ആയിട്ട് മാറി. ജെ മൈനസ് ഓപ്പറേറ്റ് ചെയ്താലോ വാല്യൂ കുറയും, ബി മൈനസ് എച്ച് ക്രോസ് ആയിട്ട് മാറും. സോ അതുകൊണ്ടാണ് ഇതിനെ ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ലാഡർ ഓപ്പറേറ്റേഴ്സ്, ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ലാഡർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ജെ പ്ലസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജെ സെഡിന്റെ ഐഗൺ വാല്യൂ ഒരു എച്ച് ക്രോസ് യൂണിറ്റ്, എച്ച് ക്രോസ് it is increased by 1 unit of h cross, and if you apply j minus, the eigenvalue of jz is decreased by 1 unit of h cross. Okay, clear?
സോ ഇതിനെ ഒരു അനലോഗി നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഇതിന് അനലോഗി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ, ഒരു ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ നമ്മൾ ഗാമ ഓഫ് ഐ എന്നിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു സം ഐഗൺ വാല്യൂ എൽ ഐ ഇൻറ്റു ഗാമ ഓഫ് ഐ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തന്നെ ഒരു റിസൾട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ തന്നെയാണ് ഇവിടെ ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററാണിത്. ട്രാൻസ്ലേഷൻ ഓപ്പറേറ്റർ പൊസിഷൻ ഓപ്പറേറ്ററുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്ന് പറയുന്നത് എൽ ഐ ഗാമ ഐ എന്ന് വരും. വേറൊന്ന് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൽ നമ്മൾ എ ഡാഗർ എന്ന് പറഞ്ഞ ക്രിയേഷൻ ഓപ്പറേറ്ററും അനിഹിലേഷൻ ഓപ്പറേറ്ററും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എൻ എ ഡാഗർ ഇസ് ഈക്വൽ ടു പ്ലസ് എ ഡാഗർ. നമ്പർ ഓപ്പറേറ്ററാണ് എൻ എന്ന് പറയുന്നത്, നമ്പർ ഓപ്പറേറ്റർ. ഇവിടെ നോക്കൂ, എ പ്ലസിൻ്റെ ഐഗൺ വാല്യൂ +1 ഒരെണ്ണം പ്ലസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അതുപോലെ തന്നെ എൻ എ ഈസ് -a. So these equations are similar to this equation. അപ്പോൾ നമുക്കൊരു ലാഡർ ഓപ്പറേറ്റേഴ്സിന് അനലോഗി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററും അതേപോലെ തന്നെ ക്രിയേഷൻ അനിഹിലേഷൻ ഓപ്പറേറ്ററും ഒക്കെയാണ്. നമുക്ക് ലാഡർ ഓപ്പറേറ്ററിന് അനലോഗസ് ആയിട്ട് നമുക്ക് സന്ദർഭവശാൽ പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ജെ സ്ക്വയർ ഈ ജെ പ്ലസ് ഓർ മൈനസ് ഐഗൺ എ ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ എന്താണ് വ്യത്യാസം വരുത്തുന്നത് നോക്കാം. അപ്പം ജെ സെഡ് ഐഗൺ വാല്യൂ ജെ സെഡിൻ്റെ അതായത് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡിൻ്റെ ഐഗൺ കേറ്റിൽ ഓപ്പറേറ്റ് ചെയ്താൽ ഐഗൺ വാല്യൂ 1 യൂണിറ്റ് ഓഫ് എച്ച് ക്രോസ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. അതേസമയം ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂസിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് ഐഗൺ കെറ്റ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെഡ്. ഇതെന്താ? ജെ പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ കെറ്റ് എ ബി എന്ന് എഴുതാം. എന്തുകൊണ്ട് എങ്ങനെ എഴുതാം? കാരണം ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് 0 വരും. അപ്പോൾ ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ is equal to 0, or you can write it as j square j plus or minus is equal to j plus or minus j square എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് j plus or minus j സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എത്രയാണ്? a ket a b എന്ന് എഴുതാം. ഈ ഐഗൺ വാല്യൂ ഇതൊരു നമ്പർ ആയതുകൊണ്ട് ഇങ്ങോട്ട് എടുക്കാം. a j plus or minus ket a b എന്ന്. ഇപ്പോൾ ഇതൊരു ഐഗൺ വാല്യൂ ഇക്വേഷനായി. j സ്ക്വയർ j plus or minus എ ബി എന്ന് പറയുന്നത് ജെ സ്ക്വയറിൻ്റെ ഐഗൺ സ്റ്റേറ്റ് ആണ്. ജെ സ്ക്വയറിൻ്റെ ഐഗൺ സ്റ്റേറ്റ് ജെ പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഗൺ വാല്യൂവിൽ ഒരു വ്യത്യാസവും വരുന്നില്ല. ക്ലിയർ? ജെ സെഡിലാണെങ്കിലോ ജെ സെഡിൻ്റെ ആണ് നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി എന്ന് പറയുന്നത് ബി പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി എന്ന്. സോ ഐഗൺ വാല്യൂ ഈസ് ഇൻക്രീസ്ഡ്. ജെ പ്ലസ് ആണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എച്ച് ക്രോസ് ഇൻക്രീസ് ചെയ്യപ്പെടും. ജെ മൈനസ് ആണെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എച്ച് ക്രോസ് ഡിക്രീസ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് ജനറലി ഇങ്ങനെ എഴുതാം, ജെ പ്ലസ് ഓർ മൈനസ് we can say that j plus or minus ket ab is an eigenstate of both the operators j square and j set with eigenvalue
A and B plus or minus H cross respectively. Clear? അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? J plus or minus ket A comma B can be represented as C plus or minus ket A comma B plus or minus H cross. ഐഗൺ വാല്യൂ B plus or minus H cross ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. നമ്മൾ ഐഗൺ കെറ്റിനെ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ ഐഗൺ വാല്യൂസ് സ്പെസിഫൈ ചെയ്തിട്ടാണ് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ എ, പക്ഷേ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ നമുക്ക് B plus or minus H cross ആയിരിക്കും ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ. ഈ C plus or minus എന്ന് പറയുന്നത് നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ലളിതമായിട്ട് ഡിറൈവ് ചെയ്യാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് നമ്പർ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അതൊന്ന് സൂചിപ്പിക്കാം. നമുക്ക് അടുത്ത ലെക്ചറിൽ ആ നമ്പറിൻ്റെ കണ്ടിന്യൂവേഷൻ വേണ്ടി വരും, അതുകൊണ്ടാണ് നമ്മളത് ഇക്വേഷൻ നമ്പർ സ്പെസിഫൈ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ കോമ ബി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ ബി പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ കോമ ബി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ഇക്വേഷൻ നമ്പർ 12. പിന്നെ എക്സ് ഐ ഗാമ ഓഫ് ഐ എൽ ഐ ഗാമ ഓഫ് ഐ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഇക്വേഷൻ നമ്പർ 13 കൊടുക്കുക. എൻ എ ഡാഗർ is equal to a dagger equation and n a is equal to minus a equation number 14 കൊടുക്കുക. and j square j plus or minus ket a comma b is equal to a j plus or minus ket a comma b എന്ന് എഴുതി നമ്മൾ ഡിറൈവ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുക്കുക. ആൻഡ് ഫൈനലി നമ്മൾ എഴുതി ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ കോമ ബി ഇസ് ഈക്വൽ ടു സി പ്ലസ് ഓർ മൈനസ് കെറ്റ് എ കോമ ബി പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് എന്ന് എഴുതി ഇക്വേഷൻ നമ്പർ 16. ഈ സി പ്ലസ് ഓർ മൈനസിൻ്റെ വാല്യൂ നോർമലൈസേഷൻ കണ്ടീഷനിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോർമലൈസേഷൻ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് ആംഗുലർ മൊമെൻറ്റം ഐഗൺ സ്റ്റേറ്റുകളുടെ നോർമലൈസേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കെറ്റ് എ കോമ ബി എന്ന് എഴുതിയാൽ ഇറ്റ് ഈസ് കോമൺ സെറ്റ് ഓഫ് ഐഗൺ ഫംഗ്ഷൻസ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് വിത്ത് ഐഗൺ വാല്യൂ എ ആൻഡ് പി എന്നുള്ള രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തു. അതേപോലെ ലാഡർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ജെ സെഡിൻ്റെ ഐഗൺ വാല്യൂ എച്ച് ക്രോസ് വാല്യൂ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ലാഡർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൊണ്ട് ഐഗൺ വാല്യൂസിന് വ്യത്യാസം വരുന്നില്ല. ഇതാണ് നമുക്കിതിൽ പ്രധാനപ്പെട്ട സെക്ഷനായിട്ട് പഠിക്കാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജെ സ്ക്വയറിൻ്റെയും ജെ സെഡിൻ്റെയും ഐഗൺ വാല്യൂ ഒക്കെ ഡെഡ്യൂസ് ചെയ്യുന്നത് അടുത്ത ലെക്ചറിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു.